കൊലക്കത്തിക്കും മായ്ക്കാനാവാത്ത ചോരപ്പാടുകൾ കേരളത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആദർശത്തിന്റെ പേരിൽ കൊന്നുതള്ളിയ ഓരോ യുവാവിന്റെയും ശവക്കല്ലറുകൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങളിലിരുന്ന് അധികാരം ആസ്വദിക്കുന്നവർ അറിയുന്നുണ്ടോ? നിങ്ങൾ നിശബ്ദമാക്കിയത് ഒരു തലമുറയുടെ സ്വപ്നങ്ങളെയാണ്. 13 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വിശാൽ വധക്കേസിലെ പ്രതികൾ ചിരിച്ചുകൊണ്ട് കോടതി വിട്ടിറങ്ങുമ്പോൾ തോറ്റുപോകുന്നത് നീതി മാത്രമല്ല, മലയാളിയുടെ ആത്മാഭിമാനം കൂടിയാണ്. മാവേലിക്കര കോടതിയുടെ വരാന്തയിലൂടെ ആ 19 പ്രതികൾ നടന്നിറങ്ങുമ്പോൾ അവരുടെ മുഖത്ത് വിജയഭാവമായിരുന്നു. ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ വലിയൊരു വിജയമാണ്. തന്റെ മകന്റെ കൊലയാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് 13 വർഷം കാത്തിരുന്ന ഒരമ്മയുടെ കണ്ണുനീരിന് എന്ത് വിലയാണ് നമ്മുടെ നിയമവ്യവസ്ഥ നൽകുന്നത്? സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുന്നതും പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നതും വെറുമൊരു യാദർച്ഛികതയല്ല, മറിച്ച് കൃത്യമായി തിരക്കഥ എഴുതിയ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ക്ലൈമാക്സ് ആണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേരുറപ്പിച്ചത് മുതൽ തുടങ്ങിയതാണ് ഈ ചോരക്കളി. വിപ്ലവം എന്ന പേരിൽ എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുക എന്നത് പാർട്ടിയുടെ ജനിതക സ്വഭാവമായി മാറിയിരിക്കുന്നു. വിശാൽ വധക്കേസിൽ പ്രതികൾ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണെങ്കിലും അത്തരമൊരു കുറ്റകൃത്യത്തിന് വഴിയൊരുക്കിയതും പിന്നീട് സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിച്ചതിലും CPM-ന്റെ നിശബ്ദ പിന്തുണ പ്രകടമാണ്. എന്തുകൊണ്ടാണ് വിശാൽ വധക്കേസിലെ സാക്ഷികളായ SFI, KSU പ്രവർത്തകർ കോടതിയിൽ മൊഴി മാറ്റിയത്? പ്രത്യയശാസ്ത്രപരമായി ശത്രുക്കളായവർ കോടതിയിൽ ഒത്തുതീർപ്പിലെത്തുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഉത്തരം കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലാണ്. തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളുമായി അധികാരം പങ്കിടുന്നവർക്ക് ഒരു ABVP പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് ആഘോഷമായിരിക്കാം. ഇവിടെയാണ് CPM-ന്റെ ഫാസിസ്റ്റ് മുഖം വെളിപ്പെടുന്നത്. CPM എന്ന പ്രസ്ഥാനം കേരളത്തിൽ വളർന്നത് കായികമായ അടിച്ചമർത്തലുകളിലൂടെയാണ്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന രക്തസാക്ഷി പട്ടിക പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: കൊല്ലപ്പെട്ടവരിലധികവും ദരിദ്ര കുടുംബങ്ങളിലെ യുവാക്കളാണ്. നേതാക്കളുടെ മക്കൾ വിദേശത്ത് പഠിക്കുമ്പോഴും ഉന്നത പദവികൾ അലങ്കരിക്കുമ്പോഴും സാധാരണക്കാരായ അണികൾക്ക് പാർട്ടി നൽകുന്നത് വെട്ടുകത്തിയും ബോംബുമാണ്. വിശാൽ ഒരു സാധാരണ കുടുംബത്തിലെ പ്രതീക്ഷയായിരുന്നു. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതായിരുന്നു അവൻ ചെയ്ത തെറ്റ്. എന്നാൽ ആ തെറ്റിന് നൽകേണ്ടി വന്ന വില ജീവനായിരുന്നു. CPM-ന്റെ ഗുണ്ടായിസത്തെയും അവരുടെ അക്രമ രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നത് പാർട്ടിയുടെ അലിഖിത ഭരണഘടനയാണ്. വിശാൽ വധക്കേസിന്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടത് അന്വേഷണത്തിലെ മെല്ലെപ്പോക്കാണ്. ഭരണകൂടം മാറുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളും മാറുന്നു. CPM ഭരിക്കുമ്പോൾ പാർട്ടിക്ക് താല്പര്യമില്ലാത്ത കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത് പതിവാണ്. തെളിവുകൾ നശിപ്പിക്കാനും പ്രതികളെ ഒളിപ്പിക്കാനും പാർട്ടിയുടെ ഗ്രാമങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു. വിശാൽ കേസിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും കൂറുമാറ്റാൻ കഴിഞ്ഞത് ഈ അധികാരത്തിലിരുന്നാണ്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് സാക്ഷികളുടെ കൂറുമാറ്റമാണ്. വിശാൽ വധക്കേസിൽ ക്യാമ്പസിലെ മറ്റ് സംഘടനകളിലെ കുട്ടികൾ എന്തിനാണ് മൊഴി മാറ്റിയത്? അവരാരെയാണ് ഭയക്കുന്നത്? കോടതിയിൽ സത്യം പറയാൻ ഒരു പൗരന് പേടിയാണെങ്കിൽ ആ നാട് ഭരിക്കുന്നത് ജനാധിപത്യ സർക്കാരല്ല, മറിച്ച് മാഫിയ സംഘങ്ങളാണ്. SFI പോലെയുള്ള സംഘടനകൾ ക്യാമ്പസുകളിൽ നടത്തുന്ന ഏകാധിപത്യത്തിന്റെ തുടർച്ചയാണിത്. CPM നേതാക്കളുടെ പ്രസംഗങ്ങളിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് മനുഷ്യത്വം. എന്നാൽ ഇവരുടെ കൈകളിൽ പുരണ്ടിരിക്കുന്ന ചോരയുടെ മണം ഈ പ്രസംഗങ്ങൾ കൊണ്ട് മായുന്നതല്ല. TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നപ്പോഴും, ഷുഹൈബിനെ നടുറോഡിൽ വെട്ടി വീഴ്ത്തിയപ്പോഴും, ശരത്ലാലിനെയും കൃപേഷിനെയും അർദ്ധരാത്രിയിൽ വേട്ടയാടിയപ്പോഴും ഈ നേതാക്കൾക്ക് കുലുക്കമുണ്ടായിരുന്നില്ല. ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഒരു പൊതുസ്വഭാവമുണ്ട്: കൃത്യമായ ഗൂഢാലോചനയ്ക്ക് ശേഷം മാത്രം നടപ്പിലാക്കുന്നു. പ്രതികൾക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ അഭയം നൽകുന്നു. പിന്നെ നിയമസഹായം. കോടികൾ ചിലവാക്കി സുപ്രീം കോടതിയിൽ നിന്ന് വരെ വക്കീലന്മാരെ കൊണ്ടുവന്ന് പ്രതികളെ രക്ഷിക്കുകയാണ്. ഇരകളെ അപമാനിക്കുന്ന രീതിയാണ് ഇവരുടെ എല്ലാം രീതി. കൊല്ലപ്പെട്ടതിന് ശേഷവും ആ വ്യക്തിയെ മോശക്കാരനായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുന്നു. വിശാലിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവനൊരു വർഗീയവാദിയാണെന്നും മറ്റും വരുത്തി തീർക്കാനായി ചില കോണുകളിൽ നിന്ന് എത്രത്തോളം ശ്രമം ഉണ്ടായി എന്നത് കേരളം കണ്ടതാണ്. കൊല്ലപ്പെട്ടവന്റെ വേദനയേക്കാൾ കൊന്നവന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇത്തരം ഒരു സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നത് മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള വഴിയാണ്. എന്നാൽ CPM അതിനെ ഒരു ചൂഷണോപാധിയാക്കി മാറ്റിയിരിക്കുന്നു. യുവാക്കളുടെ വികാരം ഇളക്കിവിട്ട് അവരെ അക്രമങ്ങളിലേക്ക് തള്ളിവിടുന്നു. വിശാൽ വധക്കേസിലെ പ്രതിപ്പട്ടികയിലുള്ള 19 പേരും യുവാക്കളായിരുന്നു. അവരുടെ ജീവിതവും ഈ കേസിലൂടെ നശിക്കുകയാണ്. എന്നാൽ അവരെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ച മാസ്റ്റർ മൈൻഡുകൾ ഇന്നും സുരക്ഷിതരാണ്. അവർ ഈ ചിത്രത്തിലേക്ക് വരുന്നില്ല. ചോരയുടെ രാഷ്ട്രീയം ലാഭമുണ്ടാക്കുന്നത് നേതാക്കൾക്ക് മാത്രമാണ്. ഒരണിയും ഇന്ന് വരെ ഒരു കൊലപാതകം കൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഒന്നുകിൽ ശവപ്പെട്ടിയിൽ, അല്ലെങ്കിൽ ജയിലിന്റെ അഴികൾക്കുള്ളിൽ. ഇതാണ് പാർട്ടി നൽകുന്ന ഗ്യാരണ്ടി. വിശാൽ വധക്കേസിലെ വിധി കേരളത്തിലെ ഓരോ നീതി സ്നേഹിയുടെയും മുഖത്തേറ്റ അടിയാണ്.
പ്രതികൾ കുറ്റം ചെയ്തതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പോലും. ഈ കോടതിയുടെ നിരീക്ഷണം നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമാണ്. സാക്ഷികൾ ഭയത്താൽ മൊഴി മാറ്റുമ്പോൾ, പോലീസുകാർ തെളിവുകൾ നശിപ്പിക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ നിയമം അന്ധമായി തുടരുന്നു. എങ്കിലും വിശാലിന്റെ കുടുംബവും അവനെ സ്നേഹിക്കുന്നവരും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന പ്രോസിക്യൂട്ടറുടെ വാക്കുകൾ പ്രതീക്ഷ നൽകുകയാണ്. എന്നാൽ ഈ നിയമ പോരാട്ടം വെറും ഒരു കേസല്ല, മറിച്ച് കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള യുദ്ധമാണ്. ഈ വിധി വെറും ഒരു കോടതി ഉത്തരവല്ല, മറിച്ച് കേരളം ഭരിക്കുന്ന LDF സർക്കാർ നീതിന്യായ വ്യവസ്ഥയ്ക്കും പൊതുസമൂഹത്തിനും മുന്നിൽ എറിഞ്ഞുകൊടുത്ത ഒരു വെല്ലുവിളിയാണ്. പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് ആ 19 പേർ മാത്രമല്ല, മറിച്ച് അവരെ പോലെയുള്ള കൊലയാളി സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന CPM എന്ന വലിയൊരു അധോലോക സംവിധാനം കൂടിയാണ്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും ഈ കേസിൽ പ്രതിക്കൂട്ടിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. കൊല്ലപ്പെടുന്നത് എതിർ രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ കൊലയാളികളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മുഴുവനും അണിനിരക്കും. വിശാൽ വധക്കേസിൽ സാക്ഷികളായ SFI, KSU പ്രവർത്തകർ കൂറുമാറിയത് ആരുടെ ഭീഷണിയിലാണ്? ക്യാമ്പസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ പ്രതികളെ രക്ഷിക്കാൻ CPMന്റെ പോഷക സംഘടനയായ SFIക്ക് എന്താണ് ഇത്രത്തോളം താല്പര്യം? ഇതിന്റെ ഉത്തരം കേരളത്തിലെ അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലാണ്. അധികാരം നിലനിർത്താൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുന്ന LDF ശൈലിയുടെ ഏറ്റവും വലിയ ഇരയാണ് വിശാൽ എന്ന സാധാരണക്കാരനായ വിദ്യാർത്ഥി. സ്വന്തം അണികൾക്ക് വേണ്ടി ഖജനാവിൽ നിന്നും കോടികൾ ചിലവാക്കി വക്കീലന്മാരെ ഇറക്കുന്ന സർക്കാർ വിശാലിനെ പോലെയുള്ളവരുടെ നീതിക്ക് വേണ്ടി എന്ത് ചെയ്തു? കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്ന ഗുണ്ടായിസത്തിന്റെ മറുപുറമാണ് വിശാൽ കേസിൽ നമ്മൾ കണ്ടത്. എതിർ സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത, ചോദ്യം ചെയ്യുന്നവന്റെ നെഞ്ചിലേക്ക് കഠാര കയറ്റുന്ന ഈ ഫാസിസ്റ്റ് രീതിയെ വിപ്ലവം എന്ന് വിളിക്കാൻ CPMന് മാത്രമേ സാധിക്കൂ. കൊലയാളികളെ രക്തസാക്ഷികളാക്കി വാഴ്ത്തുകയും ഇരകളെ വർഗീയവാദികളാക്കി മുദ്രകുത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ ഈ ഇരട്ടത്താപ്പ് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണ്. LDF ഭരണത്തിന് കീഴിൽ പോലീസ് എന്നത് വെറും ഒരു പാർട്ടി സംവിധാനമായി മാത്രം മാറിയിരിക്കുന്നു. വിശാൽ വധക്കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതും പിന്നീട് വന്ന അന്വേഷണ ഏജൻസികൾക്ക് ശക്തമായി തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നതും ബോധപൂർവമായ വീഴ്ചയാണ്. പിണറായി വിജയന്റെ പോലീസ് പടയ്ക്ക് ഒരു നീതിയും പാർട്ടി ഗുണ്ടകൾക്ക് മറ്റൊരു നീതിയുമാണ് നടപ്പിലാക്കുന്നത്. ഇതിനെയാണ് കേരള മോഡൽ എന്ന് അവർ വിശേഷിപ്പിക്കുന്നത് എങ്കിൽ ആ മോഡൽ സാധാരണക്കാരന്റെ ശവക്കുഴിക്ക് മുകളിൽ പണിതതാണ്. ചോര കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവർ ഒന്നോർക്കുക, അധികാരം എന്നത് ശാശ്വതമല്ല. വിശാലിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരും ആ കുടുംബത്തിന്റെ ശാപവും ഈ ചുവപ്പൻ ഭരണകൂടത്തെ വേട്ടയാടുക തന്നെ ചെയ്യും. കൊലക്കത്തി എടുക്കുന്ന കൈകൾക്ക് CPM നൽകുന്ന സംരക്ഷണം ഒരു ജനതയോട് മുഴുവനുമായുള്ള വെല്ലുവിളിയാണ്. ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ വിഷം പുരണ്ട നാക്കുകൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പരിഹാസം മാത്രമാണ് തോന്നുന്നത്. TP ചന്ദ്രശേഖരൻ വധം മുതൽ ഇങ്ങ് വിശാൽ വരെയുള്ള രക്തസാക്ഷിത്വം ഒരു കാര്യം വിളിച്ചു പറയുന്നു: LDF ഭരണം കൊലയാളി സംഘങ്ങളുടെ പറുദീസയാണ്. ഇനിയെങ്കിലും കേരളം ഉണരണം. വോട്ട് ബാങ്കിന് വേണ്ടി ക്രിമിനലുകളെ താലോലിക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തണം. വിശാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കോടതി മുറികളിൽ അവസാനിക്കുന്നില്ല. അത് ഈ നാടിന്റെ തെരുവുകളിൽ ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിൽ ഒരു കനലായി എരിയണം. രാഷ്ട്രീയ ഗുണ്ടായിസവും അധികാരത്തിന്റെ ഹുങ്കും കൊണ്ട് ഒരു ജനതയെ എക്കാലത്തും അടിച്ചമർത്താമെന്ന് കരുതുന്നവർക്ക് കാലം മറുപടി നൽകും. വിശാലിന്റെ ആത്മാവ് നീതിക്കായി കരയുമ്പോൾ ആ നിലവിളി കേൾക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറ നിങ്ങളെ കൊലയാളികളുടെ സംരക്ഷകനെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. LDFന്റെ ഈ ചതിയെ, ഈ നിശബ്ദമായ കൊലവിളിയെ കേരളം മറക്കില്ല, പൊറുക്കില്ല. എന്തായാലും ഈ നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കോടതി വിധിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.